ഹായ് വെൽക്കം ടു മാറ്റ്കം. കെമിക്കൽ കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എന്താണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ചിട്ട് എങ്ങനെ ചേഞ്ച് സംഭവിക്കുന്നു, പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ എങ്ങനെ ചേഞ്ച് സംഭവിക്കുന്നു, ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇവിടുള്ള കാര്യങ്ങളെല്ലാം കണ്ടിരുന്നു. ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ the next thing, for example, നമ്മൾ ഏതെങ്കിലും ഒരു ജനറൽ കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുവാണെന്ന് വിചാരിക്കാം. മെർക്കുറി റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ടു ഫോം മെർക്കുറി ക്ലോറൈഡ്, which is Cl2. Here mercury is in liquid state, chlorine is in gaseous state, this is in solid state. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കോൺസെൻട്രേഷനിൽ യൂണിറ്റ് ടൈമിലുണ്ടായ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസോ അല്ല യൂണിറ്റ് ടൈമിലുണ്ടായ റിയാക്ടന്റ് കോൺസെൻട്രേഷന്റെ ഡിക്രീസോ ആണ്. കറക്റ്റ്. സോ നമ്മളിവിടെ നോക്കുമ്പോൾ രണ്ട് റിയാക്ടന്റ് ഉണ്ട്, മെർക്കുറിയും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. രണ്ട് റിയാക്ടന്റോടെ കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്, പ്രൊഡക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് മെർക്കുറി. നമ്മൾ എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്, നെഗറ്റീവ് വരാനായിട്ടുള്ള കാരണം റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറയുവാണ്, റേറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട്, divided by time taken, that will be equal to the change in concentration of chlorine divided by time taken, which is equal to increase in the concentration or the change in concentration of the product divided by time taken. ഇതായിരിക്കും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ റിയാക്ടന്റിന്റെയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് 1 molecule of mercury reacts with 1 molecule of chlorine to give 1 molecule of mercurous chloride, or നേരെ തിരിച്ചു പറയാം, 1 mole of mercury reacts with 1 mole of chlorine to give 1 mole of HgCl2. മോളിക്കൂൾ എന്ന് പറയുന്നതിനേക്കാൾ ഇത് റീഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് റീഡ് ചെയ്യേണ്ടത് മോൾസ് എന്നാണ്, മോളിക്കൂൾ എന്നല്ല. കാരണം സ്റ്റോഷിയോമെട്രി നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു മോളിന്റെ കാര്യമാണ്, അതായത് 6.022 into 10⁻23 മോളിക്യൂൾസിന്റെ എണ്ണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു റിയാക്ഷൻ അസ്യൂം ചെയ്താൽ, ഫോർ എക്സാമ്പിൾ 2 moles of hydrogen iodide decomposes to give hydrogen and iodine. Here 2 moles of hydrogen iodide gives 1 mole of hydrogen and 1 mole of iodine, or 2 molecules of hydrogen iodide reacts to give 1 molecule of hydrogen as well as 1 molecule of iodine. അപ്പോൾ നമ്മൾ ഈ ഒരു റിയാക്ഷന്റെ so when you are taking it like the rate of consumption of hydrogen അയഡൈഡിന്റെ റേറ്റ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ അല്ലെ അയഡിന്റെ റേറ്റ് ഓഫ് ഫോർമേഷന്റെ ഇരട്ടിയായിരിക്കും. കാരണം എന്താണ്, ഫോർ എക്സാമ്പിൾ വെൻ യു ലുക്ക് ഓവർ ഹിയർ 2 molecules of hydrogen iodide gives only 1 molecule of hydrogen. That is why ഇതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ടൈം ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ബൈ ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. നമ്മൾ ആ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, സിൻസ് വെൻ യു ലുക്ക് ഓവർ ഹിയർ യു കൻ അണ്ടർസ്റ്റാൻഡ് ദ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡിന്റെ റേറ്റ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ അല്ല അയഡിന്റെ റേറ്റ് ഓഫ് ഫോർമേഷന്റെ ഇരട്ടിയാണ്. കാരണം 2 molecule ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് 1 molecule ഹൈഡ്രജനെ തരത്തുള്ളൂ. സോ ഇഫ് യു ആർ റൈറ്റിംഗ് ഇറ്റ് അപ്പ്, ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് 1/2, നെഗറ്റീവ് എന്താണ് വന്നത്, കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് കുറയുവാണ്, into concentration of hydrogen iodide divided by time taken equal to the change in concentration of hydrogen divided by time taken equal to increase in concentration of iodine divided by time taken. Fine, understood? In the same way, നമ്മൾ ഇച്ചിരി കോംപ്ലക്സ് ആയിട്ട് റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ 5 moles of bromide ion reacts with Br 1 mole of BrO3 minus plus 6H plus gives 3 molecules of bromine and 3 molecules of water means. 3 molecules of water means, if you are writing the rate of the reaction will be equal to 5 molecules of bromine is giving 3 molecules of water. So in order to make it balanced over there, it has to be divided by the stoichiometric coefficient. So in the minus 1/5 into concentration of Br minus or change in concentration of Br minus divided by time taken, which is equal to
change in negative of the change in concentration of negative of change in concentration of BrO3 minus divided by time taken, that will be equal to minus 1 by 6 into the change in concentration of H plus ion divided by time taken, that is equal to minus 1 by 3 into the plus 1 by 3 because product is formed, so no issues. Concentration of the bromine divided by time taken equal to 1 by 3 into the change in concentration of water divided by time taken. So ഇത് എഴുതുമ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സൈൻ മാത്രം കൊടുക്കുന്നതിന് പകരം ഒരു ഡെൽറ്റ കൂടി എഴുതുവാണെങ്കിൽ ആ റൈറ്റിംഗ് എന്ന് പറയുന്നത് കൂടുതൽ ആക്യുറേറ്റ് ആവും. ഡെൽറ്റ അപ്പൊ എന്താണ് ചേഞ്ച് എന്ന് പറയുന്നതിന്റെ ഒരു നൊട്ടേഷൻ അവിടെ വരും. ഡെൽറ്റ കൂടി കൊടുത്ത് എഴുതുവാണെങ്കിൽ അത് കൂടുതൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഫൈൻ. സോ വി വിൽ സി എ പ്രോബ്ലം. കാരണം ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Question is, for the reaction, the reactant is getting converted to product. The concentration of reactant changes from 0.03 molar to 0.02 molar in 25 minutes. Calculate the average rate of reaction. Calculate the average rate of reaction using units of time in both minutes and seconds. അതായത് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്ന ഒരു റിയാക്ടന്റ് ഒരു പ്രൊഡക്റ്റ് ആണുള്ളത്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ 0.03 മോളാറിൽ നിന്ന് 0.02 മോളാറിൽ 25 മിനിറ്റ്സിൽ മാറി. അങ്ങനെയാണെങ്കിൽ ആവറേജ് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് ആവറേജ് റേറ്റ്? ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു change in concentration of reactant divided by change in concentration, time taken. So it is equal to negative of what is the final concentration? So it is R2 minus R1 divided by T. So that is equal to minus of what is R2? 0.02 minus 0.03. Time taken is 25 minutes. അത് നമുക്ക് മിനിറ്റ്സിൽ എഴുതാം. So ഇത് എന്ത് വരും? This is equal to 0.02 minus 0.03 means minus 0.01. So minus of minus, it will become 0.01 divided by 25. That is equal to 0.05. That is equal to 0.01 divided by 25. So the average rate is equal to 0.01 divided by 25. So 0.01 നെ നമുക്ക് എന്തെന്ന് എഴുതാം? 1 into 10 raised to minus 2 divided by 25 എന്ന് എഴുതാം. അല്ലെങ്കിൽ this can be written as 100 into 10 raised to minus 4 divided by 25 എന്ന് എഴുതാം. കാരണം ഇത് സിംപ്ലിഫിക്കേഷൻ നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയാണ്. സോ ഇത് രണ്ടിനെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? You will 25 which cancel, you will get 4 here. 4 into 10 raised to minus 4. That is equal to 0.0004. 04. എന്താണ് യൂണിറ്റ്? യൂണിറ്റ് എന്ന് പറയുന്നത് മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റ്, നോട്ട് സെക്കൻഡ്. കാരണം നമ്മൾ ടൈം എടുത്തിരിക്കുന്നത് മിനിറ്റിലാണ്. ഇതേ സാധനത്തിന്റെ ആവറേജ് റേറ്റിനെ നമുക്ക് എന്ത് എഴുതാം? സെക്കൻഡ്സിന്റെ യൂണിറ്റിലും എഴുതാനായിട്ട് പറ്റും. എങ്ങനെ? സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആവറേജ് റേറ്റ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അപ്പോൾ അത് തന്നെ വരും. മൈനസ് ഓഫ് 0.02 ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. 25 മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റും, which is equal to into multiplied by 60. Fine, into 60. So this will be equal to what you can write? It will become 0.01. That is 1 into 10 raised to minus 2. 1 into 10 raised to minus 2 divided by 25 into 60. 1 into 10 raised to minus 2 divided by 6 into 2. That means 0.01 divided by 25 divided by 60. Correct? So you will be getting
it will be equal to 6.66 into 10 raised to minus 6. എങ്ങനെ കണ്ടുപിടിക്കാം? ഈസിയാണ്. Write it as 100 into 10 raised to minus 4 divided by 25 into 60. 125 cancel ചെയ്ത് 4 കിട്ടും. 4 വെച്ച് 16 cancel ചെയ്താൽ 1/15 കിട്ടും. Correct? 1/15 കിട്ടും. What is 1/15? 1/15 എന്ന് പറയുന്നത് 0.006. അപ്പോൾ ഇതെന്ത് വരും? This will become 0.066 into 10 raised to minus 4 എന്ന് വരും. അതിനെ നമ്മൾ നോർമൽ 10 raised to minus 6 ഫാക്ടറിലേക്ക് മാറ്റിയാൽ 6.66 into 10 raised to minus 6 എന്ന് കിട്ടും. അപ്പോൾ യൂണിറ്റ് എന്ത് വരും? മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. കാരണം ഇത് ഹൈഫൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് പെർ വേണ്ട. മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. കാരണം നമ്മൾ ടൈം എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ടൈം എടുത്തിരിക്കുന്നത് നമ്മൾ സെക്കൻഡ്സിലാണ്. നമ്മൾ ടൈം സെക്കൻഡ്സിൽ എടുത്തിരിക്കുന്നത് കൊണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ? ഇങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ഏതെങ്കിലും ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ there will be many factors which will be determining the rate of the reaction. Correct? So the factors influencing the rate of a reaction. The factors affecting the rate of a reaction. Factors affecting the rate of a reaction. ഈ ഒരു പാർട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതാവും. ഇതുവരെയുള്ള നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടത് എന്താണ് ഒരു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എങ്ങനെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളോട് പ്രോബ്ലം ചോദിച്ചാൽ നമുക്ക് ആ പ്രോബ്ലം എങ്ങനെയാണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അതുപോലെ തന്നെ വേരിയസ് പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്, നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. As a token of gratitude, please like to this particular video, subscribe to our channel, share with your friends, teachers, family members and everyone. Keep watching, keep learning. Thanks for watching. Bye.